എൻ്റെ ലൈഫിൽ ഞാൻ ഒരിക്കലും മറക്കാത്ത അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു യാത്രയുടെ വിശേഷമായിട്ടാണ് ഞാൻ ഇത്തവണ വന്നിട്ടുള്ളത്. ഒരുപാട് സ്ട്രേഞ്ചേഴ്സ് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ആളുകളായിട്ട് മാറുന്ന ഒരു അനുഭവമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ യാത്ര നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട് മാനാഞ്ചിറയിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മളിതാ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. കുറച്ച് പേരൊക്കെ വരാനുണ്ടായിരുന്നു. നമ്മൾ സാറ്റർഡേ മോർണിംഗ് ആണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 10:30 ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാവരും എത്തി. അപ്പോൾ നമ്മളിതാ ബസ്സിൽ കയറി അങ്ങനെ നമ്മുടെ സെലിബ്രിറ്റി ആയിട്ടുള്ള ഇർഫാൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ തുടക്കം തന്നെ നല്ല ഉഷാറായിരുന്നു കേട്ടോ. നല്ല DJ സോങ്സ് ഒക്കെ വെച്ച് എല്ലാവരും നല്ല ഡാൻസ് കളിയിലായിരുന്നു. പിന്നെ നമ്മൾ നല്ലൊരു റീൽ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ റീൽ കാണണം എന്നുള്ള ഒരു വീക്കെൻഡ് എസ്കേപ്പിൻ്റെ പേജിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ റീലൊക്കെ എടുത്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാൻ വണ്ടി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ കയറിയിട്ട് നമ്മൾ ബിരിയാണിയാണ് കഴിച്ചത്. പക്ഷേ ചില ആളുകൾ മീൽസും മീൻ പൊരിച്ചതൊക്കെ പറഞ്ഞ് 250 രൂപ എന്ന് പറഞ്ഞിട്ട് ട്രിപ്പ് കഴിയണ വരെ കരച്ചിൽ നിർത്തിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ കയറുമ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചോളണം. പിന്നെ നമ്മൾ കുറച്ച് സമയം ഒട്ടും കള്ളത്തരം ഇല്ലാത്തൊരു അന്താക്ഷരി കളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വൈകുന്നേരം ഒരു 3:30 ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ 900 കണ്ടി എത്തുന്നത്. ഇനി കുറച്ച് ദൂരം നമുക്ക് ട്രക്ക് ചെയ്ത് പോകാനുണ്ട്. ഇവിടെ ബസ് നിർത്തിയിട്ട് നമ്മളെല്ലാവരും ഓരോ ജീപ്പിൽ കയറി ട്രക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മിനിറ്റിൻ്റെ ട്രക്കിങ്ങിന് ശേഷം നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് കേട്ടോ. അതായത് ഇതാണ് പ്രോപ്പർട്ടി വരുന്നത്. പല രീതിയിലുള്ള സ്റ്റേസ് ഇവിടെ ഉണ്ട്. 3 പേർക്കും 2 പേർക്കും പിന്നെ 10 പേർക്കും 5 പേർക്കും ഒക്കെ ആയിട്ട് നിൽക്കാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ റൂംസൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മളിത് ആദ്യം തന്നെ കയറി ഇവിടെ കുറച്ച് നേരം നടന്ന് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ഈ റൂമിലാണ്. ഇവിടെ 5 പേര് ഷെയർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്തിയ പാടെ തന്നെ അവിടെ ഒരു വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ചിട്ട് ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു ചെറിയ ട്രക്കിങ്, അത് നടന്നു പോകുന്ന രീതിയിൽ ചെറിയൊരു ഡിസ്റ്റൻസിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ നേരത്തെ തന്നെ ഫ്രഷ് ആയി കഴിഞ്ഞപ്പോൾ നമ്മളിവിടെയൊക്കെ ഇങ്ങനെ നടന്ന് കാണിയിരുന്നു. ഇതുപോലെ ഒരു ഊഞ്ഞാലുണ്ട് ഇവിടെ. അതുകൂടാതെ ഇതൊക്കെ ഓരോ റൂംസാണ്. ഇതിലൊക്കെ 3 പേര് ഷെയർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നമ്മളല്ലാതെ വേറൊരു കപ്പിൾസ് മാത്രമേ ഈ ഒരു പ്രോപ്പർട്ടിയിലാണ് ഉണ്ടായിരുന്നുള്ളൂ. ഈ റൂമിൽ 10 പേരാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ എല്ലായിടത്തും വിസിറ്റ് ചെയ്ത് ജസ്റ്റ് റൂമൊക്കെ കണ്ട് കുറച്ച് നേരം നടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചട്ടിപ്പത്തിരി നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ കൂടെ ഉള്ള ഒരു ഉമ്മ കൊടുന്നതാണ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാനുള്ള ആക്രാന്തമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ട്രക്കിങ്ങിന് പോകാനായിട്ട് റെഡി ആവുകയാണ്. എല്ലാവരും റൗണ്ടായിട്ട് നിന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത് ചെറിയൊരു ട്രക്കിംഗ് ആയിരുന്നു. ചെറിയ ഡിസ്റ്റൻസിൽ നടന്നിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. എല്ലാവരും കൂടി ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ നടക്കാനായിട്ട്. ഇങ്ങനെ ട്രക്ക് ചെയ്തിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഒരു ചെറിയ വെള്ളച്ചാട്ടത്തിലേക്കാണ്. അവിടെ പോയിട്ട് ജസ്റ്റ് എല്ലാവരും കൂടി ഒന്ന് കുളിക്കുക എന്നുള്ള രീതിയിലാണ് കേട്ടോ നമ്മൾ പോയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ ഒഴുക്കൊന്നും ഇല്ലാത്ത ടൈം ആയതുകൊണ്ട് പിന്നെ എല്ലാവർക്കും പേടില്ലാതെ ഇറങ്ങാനും പറ്റി. അങ്ങനെ കുറേ നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു പോവുകയാണ്. തിരിച്ച് നമ്മുടെ സ്റ്റേ പ്രോപ്പർട്ടിയിൽ എത്തുമ്പോൾ ഇതുപോലെ ഓരോ വടയും ചായയും കിട്ടും. നല്ല വിശപ്പുണ്ടായിരുന്നു എല്ലാവർക്കും. എന്ത് കിട്ടിയാലും കഴിക്കുമെന്നുള്ളൊരവസ്ഥയിലായിരുന്നു നമ്മൾ. പിന്നെ എല്ലാവരും ഫ്രഷ് ആയിട്ട് തിരിച്ചു വരുമ്പോഴത്തേനും ഓൾമോസ്റ്റ് സൺസെറ്റൊക്കെ കഴിഞ്ഞ് നല്ല ഇരുട്ടായിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ്സൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഫ്രഷ് ആയിട്ട് പിന്നെ നമ്മൾ ഓരോ ഗെയിംസും പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമ്മളെ ഗെയിംസ് ജസ്റ്റ് എല്ലാവരും റൗണ്ടായിട്ട് നിന്നിട്ട് ക്യാപ്പ് പാസ് ചെയ്യുക. ക്യാപ്പ് പാസ് ചെയ്യുന്നതിനിടയ്ക്ക് പാട്ട് നിൽക്കുമ്പോൾ ആരുടെ കയ്യിലാണോ ക്യാപ്പ് അവർക്ക് ഓരോ ടാസ്ക് കൊടുക്കുക എന്നുള്ള രീതിയിലായിരുന്നു കേട്ടോ. ഭയങ്കര രസമായിരുന്നു. നല്ല ഫണ്ണിയായിരുന്നു.
എല്ലാവരും 12 പേരുള്ള 4 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഓരോ ഗെയിംസ് കളിക്കായിരുന്നു കേട്ടോ. ആരാണ് ജയിക്കുന്നത് എന്നൊക്കെ നോക്കുന്ന രീതിയിൽ. അപ്പോൾ അതാ ഡിവൈഡ് ചെയ്തിട്ട് ആദ്യം ജസ്റ്റ് പേരൊക്കെ പറയുന്ന രീതിയിലുള്ള ഗെയിമായിരുന്നു. പിന്നെ നമ്മളിതാ ഈ ഓരോ ബലൂൺ ഓപ്പോസിറ്റ് ടീമിൻ്റെ ഉള്ളവരുടെ പൊട്ടിക്കുന്നവർക്ക് ഫസ്റ്റ് എന്നുള്ള രീതിയിൽ കുറേ നേരം ഗെയിമായിരുന്നു. ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ. നെക്സ്റ്റ് ഗെയിം ബലൂൺ വെച്ചിട്ടുള്ളത് തന്നെയായിരുന്നു. 2 പേരുടെ ഗ്യാപ്പിൽ ബലൂൺ വെച്ചിട്ടും അത് വീഴാതെ നടക്കുക എന്നുള്ള രീതിയിലാണ് ടാസ്ക് ഉണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ജയിക്കുന്നവർക്ക് 100 പോയിന്റ് എന്നുള്ള രീതിയിലാണ്. അങ്ങനെ ഫൈനലി ജയിച്ചത് CID മൂസ എന്ന് പറയുന്ന ടീമായിരുന്നു കേട്ടോ. ഞാനും അതിലൊരു മെമ്പറായിരുന്നു. അപ്പോൾ ഈ ഗെയിമൊക്കെ ഭയങ്കര രസമായിരുന്നു കേട്ടോ. എനിക്കും അതുപോലെ തന്നെ കൂടെ വന്നിട്ടുള്ള എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു സെക്ഷനായിരുന്നു കേട്ടോ. നമ്മൾ ഈ ലാസ്റ്റ് സെക്ഷൻ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കൂടിയിട്ട് റൗണ്ടായിട്ട് ഇതാ ക്യാമ്പ് ഫയറൊക്കെ ഇട്ടിട്ട് ഇരുന്നിട്ടുള്ളൊരു ടോക്ക് ഉണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു അത്. ഭയങ്കര ഇൻസ്പയറിംഗ് ആണ്. ഈ ഇവൻറ്റിന് വന്നിട്ടുള്ള എല്ലാവരും അവരവരെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി തന്നെയായിരുന്നു കേട്ടോ ഈ ഒരു സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം. കാരണം ഓരോരുത്തരും അവരവരെ കാര്യങ്ങൾ നമ്മളടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അത് പോസിറ്റീവായിട്ടുള്ളതും അവർക്ക് അനുഭവിച്ചിട്ടുള്ള ഓരോ വിഷമങ്ങളൊക്കെ നമ്മളടുത്ത് ഷെയർ ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും ആലോചിച്ച് പോകും. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമ്മൾ എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കുന്നതെന്ന് നമ്മൾ തന്നെ ആലോചിച്ച് പോകും. അപ്പോൾ ഇത് ആക്ച്വലി ഭയങ്കര ഒരു പോസിറ്റീവ് വൈബ് നമുക്ക് തരും. അറ്റ് ദി എൻഡ് നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടുകയും ചെയ്തു, ഓരോരുത്തരുടെ സ്റ്റോറീസ് കേട്ട്. പിന്നെ അവസാനം ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് കേട്ടോ നമ്മൾ പിരിഞ്ഞത്. അപ്പോൾ ഈ ഒരു സെക്ഷൻ എൻ്റെ പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ ട്രിപ്പിലുള്ള എല്ലാവരും ഇത് തന്നെ പറഞ്ഞത്. അവർക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും മറക്കാനാവാത്ത ഒരു സെക്ഷന് നമ്മളെപ്പോഴും നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ ഇനി ഒരു ചെറിയ ട്രക്കിംഗ് ഉണ്ട്. ചെറിയൊരു ഏരിയയ്ക്ക് നമ്മൾ പോകുന്നുണ്ട് കേട്ടോ. വെറുതെ നന്ദിയാണെങ്കിലും അതിന്റെ അഹങ്കാരങ്ങളും ഞങ്ങൾക്കില്ല. അങ്ങനെ ചെറിയൊരു ദൂരം നടന്നിട്ട് നമ്മളിത് സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ കാര്യമായിട്ട് ഫോട്ടോസ് എടുക്കലായിരുന്നു. കാരണം നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോസൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും കൂടെ ഓരോ ഫോട്ടോസും പിന്നെ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഭയങ്കര രസമായിരുന്നു. എല്ലാവരും കൂടിയിട്ട് കുറേ സംസാരിച്ച് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ടു. അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയിൽ നല്ലൊരു ഏരിയ കണ്ടപ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ അവിടെ ഇരുന്ന് നിലത്തിരുന്ന് കണ്ണൊക്കെ അടച്ച് കുറച്ച് നേരം ഇങ്ങനെ എന്താ പറയുക മെഡിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലായിരുന്നു. അതും ഭയങ്കര രസമുള്ളൊരു സെക്ഷനായിരുന്നു കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്ക് മനസ്സ് ശാന്തമാവുക എന്നൊക്കെ പറയില്ലേ, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഒരു സെക്ഷൻ ഉണ്ടായിരുന്നു. നമ്മൾ റാൻഡായിട്ട് ഇവർ നമ്മളെ ഓരോ ആളുകളുടെ അടുത്ത് കൊണ്ടുപോയിരുത്തും. ജസ്റ്റ് കണ്ണൊക്കെ കെട്ടിയിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്ന രീതിയിൽ. ഇവിടെ ഭയങ്കര സൈലൻസ്, ആകെ നമുക്ക് പക്ഷികളെ ഒക്കെ സൗണ്ട് അല്ലാതെ വേറെ ഒന്നും കേൾക്കില്ല. അതും നല്ല രസമുള്ള സെക്ഷനായിരുന്നു കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് നമ്മൾ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പിന്നെ നമ്മൾ ചെക്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് നല്ല റീൽസ് എടുക്കുന്ന തിരക്കിലായിരുന്നു. പോകുന്നവരെ നല്ല റീൽസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. ലാസ്റ്റ് ഒരു പാട്ടിട്ട് കുറച്ച് നേരം ഡാൻസ് കളിച്ച് നമ്മളെല്ലാവരും പിരിയുകയാണ്. അപ്പോൾ ഇവിടുന്ന് നമുക്ക് വീണ്ടും ട്രക്ക് ചെയ്തിട്ട് അടിയിലോട്ട് പോയിട്ട് അവിടുന്ന് ബസ്സിൽ തിരിച്ചു പോകുന്ന രീതിയിലല്ലാണ് കേട്ടോ. അപ്പോൾ അതാ അവസാനമായി. ട്രിപ്പ് കഴിയാൻ നേരത്തെ ശരിക്കും ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ ഒരു സങ്കടം, ഇനി ഇവരൊക്കെ എന്നാ കാണാന്ന് പോലും അറിയില്ലല്ലോ. എന്താ പറയാ, 2 ദിവസം പെട്ടെന്ന് പോയില്ലേ, 2 ദിവസം പറയാനില്ല, പെട്ടെന്ന് പോയി. ഇനി ഒരുപാട് ട്രിപ്പുകൾ ഉണ്ടാവും. പുതിയ പുതിയ ട്രിപ്പുകളൊക്കെ ട്രൈ ചെയ്യാം. ഒരുപാട് കഥകളൊക്കെ കേട്ട്. അപ്പോൾ ഇനി നമ്മൾ എവിടെയൊക്കെ വെച്ച് കാണുമെന്ന് വെച്ചാൽ എനിക്ക് അറിയാം. അങ്ങനെ നല്ലൊരു യാത്ര അവിടെ അവസാനിച്ച് നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ കോഴിക്കോടെത്തി ഫുഡൊക്കെ കഴിച്ച് പിരിഞ്ഞു. ഒരിക്കലും മറക്കാത്ത 2 ദിവസങ്ങൾ. ഒരുപാട് നല്ല സുഹൃത്തുക്കളെ കിട്ടി, ഒരുപാട് നല്ല ആളുകളായിട്ട് സംസാരിക്കാൻ പറ്റി, അവരെ കാര്യങ്ങൾ അറിയാൻ പറ്റി. ഒരിക്കലും മറക്കില്ല. അപ്പോൾ ഇതുപോലുള്ള ട്രിപ്പ് എല്ലാവരും പോകണം. അപ്പോൾ നമ്മൾ ഈ യാത്ര പോയത് വീക്കെൻഡ് എസ്കേപ്പിൻ്റെ കൂടെയാണ്. അപ്പോൾ ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇവരായിട്ട് കണക്ട് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മെമ്മറീസ് കിട്ടും. ആൻഡ് സ്പെഷ്യൽ താങ്ക്സ് ടു ഇർഫാൻ ആൻഡ് മൂസിൻ. അവർ വളരെ രസകരമായിട്ട് ഈ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു.